ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനന്തത്തെ കുറിച്ചും ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ട് നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരികെമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുറയ്ക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്നാൽ നമ്മുടെ മനുഷ്യനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് തന്നെ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കില്ല. പരിശുദ്ധ സ്തുതി. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ
ശേഷിച്ച സഭയുടെ സന്താനങ്ങളായ സകൽക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെളിപ്പെടുന്നവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള പുരുഷമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെസ്സിയാതമ്പുരാൻ തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനം വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് അവനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകനാഥനായ പുത്രൻ രണ്ടാമത് പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്ന ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ മകൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകന്മാരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ ദാസന്റെ വേർപാടുകൾ ഞങ്ങൾ ആശ്വസിക്കുകയും നമ്മൾ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായി ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ പിതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തേണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. ആശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ
നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് നീ ദാനം ചെയ്യണമേ. അതില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒരു നാളും മരിക്കില്ലെന്നും വഴിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നു, നാളെ നാം എവിടെയായിരിക്കുന്നു ഓർത്തുകൊള്ളേ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനമുള്ളവരായി തീരുന്നു. ദിവസം തോർക്കുമ്പോൾ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തവരെ പോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവർ വാഴ്ത്തപ്പെട്ടവരാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും നിങ്ങൾ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹാനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊണ്ടവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതനെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അടിവില്ലാത്ത രാജ്യത്തിൽ നീ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് എത്തിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളയങ്കി ധരിപ്പിക്കുമാറുള്ളവനെ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ ഉണ്ടാക്കിയ പിതാവിന് സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന്റെ വന്ദനവും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മൗതം ധരിപ്പിക്കുകയും ചെയ്യുന്ന ഭൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ.
ദൈവമേ ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ യഥാർത്ഥത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്നൊരിക്കൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരുന്നു. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്ര. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. വിശ്വസ്തനായ ദൈവമേ, നല്ലവനായ കർത്താവേ, ഏത് അനുഭവത്തിലിരിക്കുന്നവർക്കും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കടത്തി വരുവാനുള്ള അനുവാദം അങ്ങയുടെ പുത്രൻ തമ്പുരാൻ മുഖാന്തരം ഞങ്ങൾക്ക് ലോകത്തിന് നിന്റെ ജനത്തിന് നൽകിയിട്ടുള്ളതാണ്. ക്രിസ്തു ഒരിക്കൽ കൂടി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൻ്റെ സന്ദർഭത്തിൽ പ്രത്യാശയോടെ ദൈവത്തിലുള്ള ആശ്രയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരെ അവിടുന്നാണല്ലോ നൽകുക. ഈ ലോകത്തിൽ മക്കളെ നൽകുക അവിടുന്നാണല്ലോ. ഈ ലോകത്തിൽ കുടുംബജീവനെ അവിടെ നൽകി. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ നൽകി. വേണ്ടാത്തതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കിയല്ലോ ചെയ്യുന്നത്. നിന്റെ വചനം പഠിക്കുവാൻ, നിന്റെ കൃപയിൽ ജീവിക്കാൻ സഭയും വേദവും ഉപദേശകരെ പ്രാർത്ഥിക്കുവാൻ വിശ്വാസ സമൂഹത്തിൽ കാലാകാലങ്ങളിൽ വളർച്ചയിൽ സഹായിക്കാൻ തക്കതായ ആളുകളെയും സഭയിലും ഇടവകയിലും ദേശം കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നൽകിയിട്ടുള്ളത് പുസ്തകം. ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഭവ പാഠങ്ങൾക്കായ പുസ്തകം. ദൈവതമ്പുരാനെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈ പിതാവിൻ്റെ വേർപാട് ഈ 86 സംവത്സരം ജീവിച്ച ജീവിതത്തിൻ്റെ വാക്കുകൾ, സാന്നിധ്യ, ആശ്വാസ ക്രമീകരണങ്ങളിവയെല്ലാം ഞങ്ങൾ ഓർക്കുക. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. ഒരു നാൾ ഈ പിതാവ് പോകുന്ന അതേ വഴിയിലൂടെ മരണമെന്ന യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് അതിലൂടെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി മരണം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ചെന്ന് നെടുവെപ്പോടും വേദനയോടും പച്ചപരമാർത്ഥതയോടും ഏറെ സങ്കടത്തോടും കണ്ണുനീരോടുമായിരിക്കുന്ന മക്കളോട് പറഞ്ഞ ശബ്ദം നിങ്ങളോടുമായിരിക്കുന്ന ജീവന്റെ നാഥനായ പിതാവെ, മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള അവിടെയാണെന്ന് നമുക്കറിയാം. 86 സംവത്സരം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പിതാവിന്റെ ജീവിതത്തെ ഞങ്ങൾ ഓർക്കണം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളനാഥത്തോടും മധ്യവാനം എത്തുമ്പോൾ നിന്റെ ക്രിസ്തുവിൽ മരിച്ചോക്കുന്ന ജീവനോടെ ശേഷിക്കുന്നു. ദൈവം തമ്പുരാനെ, ഇന്ന് നീ വരികയാണെങ്കിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഓർന്ന് ചേർത്തുകൊള്ളുവാൻ പറ്റുന്നു. ഈ നാഴിക മുതൽ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണം. ഓണത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തെളിഞ്ഞ അന്തരീക്ഷത്തിനായിട്ട് സ്തോത്രം. ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം നൽകുന്നു. മാതാവിനവർക്കും മക്കളെയും കുടുംബാംഗങ്ങൾക്ക് ഓർക്കുന്നു. എല്ലാ വിധത്തിലും സഹായിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആദരവോടെ ഏറ്റവും വിനയത്തോടെ ഈ ഭൗതിക ശരീരത്തോടെ പിതാവിന്റെ നല്ല ഓർമ്മകൾ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ പറയുക പ്രത്യാശയും നടന്നുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചാൽ
വിശ്വാസ ജീവിതത്തിന് പ്രത്യാശയും സ്ഥിരപ്പെടുത്തിയാക്കാം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. ഞാൻ കൃപയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടപ്രകാരത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കണമേ. ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ശക്തിയും മഹത്വം സകല ബുദ്ധിയെ കഴിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവരുടെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹം നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഉണ്ടായിരുന്ന സകലദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുണ്ടായി കുടുംബത്തിലുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും യാത്ര പറയുവാനുള്ള നേരമാണ്. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ പ്രത്യാശയോടും വിശ്വാസത്തോടും ദൈവസന്നിധിയിൽ വേണം. ദേവാലയത്തിലേക്ക് പോകാനാകുന്ന എല്ലാവരും റോഡിൽ ഒരു ഇടതുവശത്ത് തന്നെയാണ് കൂടുതൽ സ്ഥലമുള്ളത്. ഇടതുവശത്തൂടെയാണ് പോകേണ്ടതാണ്. ഇടതുവശത്ത് എടുത്തോ.
Kayaknya mata